ഒന്ന് ആലോചിച്ചു നോക്കൂ, നൈക്കിയെ പോലൊരു ഭീമൻ കമ്പനി നിങ്ങളുടെ ഒരു ഐഡിയയെ പുച്ഛിച്ചു തള്ളുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? എന്നാൽ ഒരാൾ ആ തിരസ്കരണത്തെ ഒരു വെല്ലുവിളിയായി എടുത്ത് അതേ നൈക്കിയെ വെല്ലുവിളിക്കുന്ന $16 ബില്യൺ വിലമതിക്കുന്നൊരു ബ്രാൻഡ് ഉണ്ടാക്കിയാലോ? കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം, അല്ലേ? പക്ഷേ ഇത് ഓൺ റണ്ണിംഗ് എന്ന ബ്രാൻഡിന്റെ യഥാർത്ഥ കഥയാണ്. എങ്ങനെയാണ് അവർ ഈ വിജയത്തിലേക്ക് ഓടിക്കയറിയതെന്ന് നമുക്ക് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡേവിഡും ഗോളിയാത്തും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥയാണ്. ഒരു വശത്ത് സ്പോർട്സ് ലോകം അടക്കി വാഴുന്ന നൈക്കി എന്ന ഭീമൻ, മറുവശത്ത് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഒരു കുഞ്ഞൻ സ്റ്റാർട്ടപ്പ്. അതായത് ഒരു വശത്ത് ദശാബ്ദങ്ങളായി ഈ കളിയിലെ കിരീടം വയ്ക്കാത്ത രാജാവായി വിലസുന്ന നൈക്കി, മറുവശത്തോ ആരും പ്രതീക്ഷിക്കാതെ അതിവേഗം കുതിച്ചുയരുന്ന ഓൺ റണ്ണിംഗ് എന്ന പുതിയ പോരാളി. അപ്പോൾ ഈ പോരാട്ടത്തിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? $16 ബില്യൺ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. വെറുമൊരു സ്റ്റാർട്ടപ്പ് വളരെ ചെറിയ കാലം കൊണ്ട് നേടിയെടുത്ത മാർക്കറ്റ് വാല്യൂ ആണിത്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലുള്ള ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് കമ്പനി വേണ്ടെന്ന് വെച്ച ഒരു ഐഡിയ എങ്ങനെയാണ് ഇത്രയും വലിയൊരു വിജയഗാഥയായി മാറിയത്? ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ ഒന്ന് പോകാം. ഏതൊരു വലിയ കണ്ടുപിടുത്തത്തിന് പിന്നിലും സാധാരണയായി ഒരു പ്രശ്നമുണ്ടാകും, അല്ലേ? ഇവിടെയും അത് അങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ ഈ കഥയിലെ ഹീറോ ഒളിമ്പിക് അത്ലറ്റായ ഒലിവർ ബെർണാഡാണ്. അദ്ദേഹം നിരന്തരം നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ ഉറപ്പിച്ചു. ഒരു പ്രൊഫഷണൽ അത്ലറ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വലിയ തലവേദന ഉണ്ടായിരുന്നു. അക്കാലത്ത് മാർക്കറ്റിൽ കിട്ടുന്ന ഷൂകൾ ഒന്നുകിൽ ഭയങ്കര ഹെവിയായിരുന്നു, അത് ഓട്ടത്തിന്റെ സ്പീഡ് കുറയ്ക്കും. അല്ലെങ്കിലോ ഭാരം കുറഞ്ഞ ഷൂകൾ കാലിനൊരു പ്രൊട്ടക്ഷനും കൊടുക്കില്ല, ഓടിക്കഴിയുമ്പോൾ നല്ല വേദനയും. അദ്ദേഹത്തിന് വേണ്ടത് ഇവ രണ്ടിന്റെയും ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനായിരുന്നു. അങ്ങനെയിരിക്കെയാണ് അദ്ദേഹം ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നത്, അതും സ്വന്തം അടുക്കളയിൽ വെച്ച്. അദ്ദേഹം ഒരു സാധാരണ ഗാർഡൻ ഹോസ് എടുത്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു. എന്നിട്ടോ അത് തന്റെ പഴയ ഷൂവിന്റെ അടിയിൽ അങ്ങ് ഒട്ടിച്ചു വെച്ചു. ചിലപ്പോൾ ഏറ്റവും വലിയ ഐഡിയകളൊക്കെ വരുന്നത് ഇങ്ങനെ സിമ്പിളായ സ്ഥലങ്ങളിൽ നിന്നായിരിക്കും, അല്ലേ? പുതിയ ഷൂ ഇട്ട് ഓടിയപ്പോൾ കിട്ടിയ ഫീലിംഗ് അത് അവിശ്വസനീയമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മേഘങ്ങളുടെ മുകളിലൂടെ ഓടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ ഒരൊറ്റ ഫീലിംഗ് ആണ് പിന്നീട് ആ ബ്രാൻഡിന്റെ പേരും അതിന്റെ ടെക്നോളജിയും ഒക്കെ മാറിയത്. ഇനി കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പുതിയ ഐഡിയ അതിന്റെ ഏറ്റവും വലിയ ടെസ്റ്റ് നേരിടാൻ പോവുകയാണ്. അത് മറ്റാരുമല്ല, ഇൻഡസ്ട്രിയിലെ ഭീമനായ നൈക്കി തന്നെ. തന്റെ കണ്ടുപിടുത്തത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒലിവർ ബെർണാഡ് നേരെ വെച്ചുപിടിച്ചത് നൈക്കിയിലേക്കാണ്. മാർക്കറ്റിലെ ഏറ്റവും വലിയ പ്ലെയർ തന്റെ ഐഡിയ ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ സംഭവിച്ചത് അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. നൈക്കി ആ ഐഡിയയെ ഒട്ടും മൈൻഡ് ചെയ്തില്ല. ഒരു ചർച്ചയുമില്ല, ഒന്നുമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞു നോ. സത്യം പറഞ്ഞാൽ അവിടെ വെച്ച് ഈ കഥ തീരേണ്ടതായിരുന്നു. പക്ഷേ അവിടെയാണ് ശരിക്കുമുള്ള ട്വിസ്റ്റ്. നൈക്കിയുടെ ആ നോ ഒലിവറിനെ തളർത്തിയില്ല. പകരം അത് അദ്ദേഹത്തിന് കൂടുതൽ വാശി നൽകി. അദ്ദേഹം സ്വന്തമായി ഓൺ എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങി. നൈക്കി പുച്ഛിച്ചു തള്ളിയ അതേ ടെക്നോളജിക്ക് ക്ലൗഡ് ടെക് എന്ന് പേരിട്ട് പേറ്റന്റും എടുത്തു. ചിലപ്പോൾ വലിയ കമ്പനികൾക്ക് കാണാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, അല്ലേ? അത് സാധാരണക്കാർക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു വിപ്ലവകരമായ മാറ്റം തന്നെയായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഈ ചെറിയ സ്റ്റാർട്ടപ്പിന്റെ തലവര മാറ്റിയെഴുതിയ ആ സംഭവം നടക്കുന്നത്. ടെന്നീസ് ലോകത്തെ എക്കാലത്തെയും വലിയ ഇതിഹാസങ്ങളിൽ ഒരാൾ ഈ കഥയിലേക്ക് എൻട്രി ചെയ്യുകയാണ്. തുടക്കത്തിലൊന്നും ഓണിന് വലിയ വളർച്ചയൊന്നുണ്ടായിരുന്നില്ല. ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ തുടങ്ങി ആളുകളുടെ വായ്മൊഴിയിലൂടെ, അതായത് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടവർ പറഞ്ഞറിഞ്ഞ് അങ്ങനെ പതുക്കെ പതുക്കെയാണ് ബ്രാൻഡ് വളർന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ലെജൻഡ് ഈ ബ്രാൻഡിനെ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇവിടത്തെ ഏറ്റവും വലിയ സർപ്രൈസ് എന്താണെന്നറിയോ? ഓൺ കമ്പനി ഫെഡററെ തേടി പോയതല്ല. നേരെ മറിച്ച് സ്വിറ്റ്സർലൻഡിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർസ്റ്റാറായ റോജർ ഫെഡറർ ഇങ്ങോട്ട് അവരെ കോൺടാക്ട് ചെയ്യുകയായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഫെഡററുടെ മെസ്സേജ് വളരെ സിമ്പിളായിരുന്നു. ഹായ്, ഞാൻ നിങ്ങളുടെ ഷൂസ് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യമുണ്ട്. ആ ഒരൊറ്റ മെസ്സേജ് മതിയായിരുന്നു ഓൺ എന്ന ബ്രാൻഡിന്റെ ജാതകം മാറാൻ. അതോടെ അവരുടെ പ്രശസ്തിയും വിശ്വാസ്യതയുമെല്ലാം റോക്കറ്റ് പോലെയാണ് മുകളിലേക്ക് കുതിച്ചത്. അപ്പോൾ നമുക്ക് തിരിച്ച് ഇന്നത്തെ കാലത്തേക്ക് വരാം. ഒരു അടുക്കളയിൽ തുടങ്ങിയ ആ ചെറിയ ഐഡിയ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് കാണണ്ടേ? അവരുടെ സ്വന്തം നാടായ സ്വിറ്റ്സർലാൻഡിലെ കാര്യം നോക്കാം. അവിടെ ഓടുന്ന രണ്ടുപേരെ എടുത്താൽ അതിൽ ഒരാൾ ധരിച്ചിരിക്കുന്നത് ഓൺ ഷൂസ് ആയിരിക്കും. അതെ, അവിടുത്തെ മാർക്കറ്റിന്റെ 50% അവരുടെ കയ്യിലാണ്. അവിശ്വസനീയം, അല്ലേ? ഈ വളർച്ച സ്വിറ്റ്സർലൻഡിൽ മാത്രം ഒതുങ്ങിയില്ല കേട്ടോ, ലോകം മുഴുവൻ പടർന്നു. 2024 മാത്രം അവരുടെ സെയിൽസ് $2.6 ബില്യൺ ആയിരുന്നു. ഇത് വെറുമൊരു കണക്കല്ല, ലോകമെമ്പാടുമുള്ള മാർക്കറ്റുകളിൽ അവർ എത്രത്തോളം ശക്തരായി എന്നതിന്റെ തെളിവാണ്. അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞ ആ സംഖ്യയിലേക്ക് തിരിച്ചെത്തുകയാണ്. $16 ബില്യൺ. ഇതാണ് ഇന്ന് ഓൺ എന്ന കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ. ഒരു കാലത്ത് ഇതൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ നൈക്കിയുടെ ഏറ്റവും വലിയ എതിരാളികളൊന്നായി അവർ ഇന്ന് തലയുയർത്തി നിൽക്കുന്നു. അപ്പോൾ ഈ കഥ കേട്ടുകഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഒരു അടുക്കളയിൽ തുടങ്ങിയൊരു സിമ്പിൾ ഐഡിയയ്ക്ക് ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെങ്കിൽ അടുത്ത വലിയ ഗ്ലോബൽ ബ്രാൻഡ് എവിടെ നിന്നായിരിക്കും വരുന്നത്? ആർക്കറിയാം? ഒരു പക്ഷേ അത് നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ അടുക്കളയിലോ ഒളിഞ്ഞിരിപ്പുണ്ടാവാം.